കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതൂസ് അക്കാദമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. ഫസ്റ്റ് കാർഡ് മമ്മൂക്കൊക്കെ കൊടുക്കുന്നത് കറക്റ്റ് റൈറ്റ് ടൈമിൽ മമ്മൂക്ക വന്നു. അതൊരു ഷോക്കായി പോയി. അത് 100% ഞാൻ മമ്മൂക്ക എന്ന് തന്നെ പറയുള്ളൂ. മമ്മൂക്കൊക്കെ നല്ല ഫിഷും ഫുഡൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോകും. ഒക്കെ പുള്ളിക്കാരൻ കഴിക്കും. കൊറോണ ടൈമിൽ ആരും പുറത്തിറങ്ങാത്ത ടൈമിൽ ഞാൻ ഒരു ദിവസം ഫിഷൊക്കെ കിട്ടിയായിരുന്നു വീട്ടിൽ. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങി കിടക്കണം, നീ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ദുബായ് അബുദാബിക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ വരുന്നോ ദുബായ് അബുദാബി എൻ്റെ ഇവിടെ. ഒരു 3 ദിവസം മമ്മൂക്കയുടെ ദുബായ് അബുദാബി ഒക്കെ പോയി. അതേപോലെ എന്താ വലിയ മീറ്റിങ്ങിലൊക്കെ പുള്ളി ഒപ്പം വിളിച്ചിരുത്തുമ്പോഴൊക്കെ എനിക്ക് ദുബായിലൊക്കെ വെച്ച് ഇത്രയും എന്നെ അങ്ങനെയാണ് കൊണ്ട് നടന്നത്. എനിക്ക് ലാലേട്ടനും അതുപോലെ തന്നെ ഒരു മാന്ത്രികത്തിന് ഫൈറ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ട് ബാലൻസ് വന്നിട്ട് അന്ന് എനിക്ക് കുറേ മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. ലാലേട്ടിന്റെ ഡ്യൂപ്പ് ഞാൻ നിന്നുണ്ട്. ദേവാസുരമൊക്കെ പോയിട്ട് 10 ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അതിനകത്ത് ഞാൻ ഇല്ല എന്നുള്ളത്. മണിയമ്പിള്ള രാജു ശ്രീരാമേട്ടനൊക്കെ ചെയ്തതിന് പകരം ഞങ്ങൾ 4 പുതിയ ആൾക്കാരായിരുന്നു. എല്ലാ ദിവസവും ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലുണ്ട്. ഷൂട്ടായില്ലെന്ന് ചോദിക്കും, ഫുഡ് വരും, അവിടെ നിന്ന് കഴിക്കും. കോളേജിൽ പഠിക്കുന്ന ടൈം പോലെ പിന്നെ അവസരം ചോദിച്ചിട്ടുള്ള ഒരു അലച്ചിൽ തന്നെയായിരുന്നു. ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ട്, അതൊരു ഭാഗ്യം. 35 വർഷം ആകാൻ പോകുന്നു, 300+ സിനിമ. ചേച്ചി പറ, ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ഞാനിവിടെ കല്യാണം കഴിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. നമ്മളിപ്പം ഈ ഒരു വീടിന്റെ ഒരു വലിപ്പമൊക്കെ കണ്ടിട്ട് എത്ര സെന്റാണെന്ന് ചോദിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഇത് ഏക്കറാണോ സെന്റാണോ? ഇല്ല, ഇത് ഞാൻ അങ്ങനെ പറയുന്നില്ല. സെന്റല്ല, ഏക്കറുകളാണ്. ഇതെല്ലാം എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാണ് എല്ലാം. എനിക്ക് ഡാഡിയോടാണ് അതിന്റെ ഒരു ഇത് പറയാനുള്ളത്. ഞങ്ങളുടെ അധ്വാനത്തിനേക്കാൾ കൂടുതൽ ഡാഡിയാണ് അധ്വാനിച്ചത്. ഡാഡി എന്താ ചെയ്യുന്നുണ്ടായിരുന്നു? ഡാഡി പഞ്ചായത്തില് ഒരു 40 വർഷം പഞ്ചായത്ത് മെമ്പർ, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ മമ്മി മരിച്ചിട്ട് ഇപ്പോൾ 4.5 വർഷമായി, 4 വർഷം ആയി. അപ്പോൾ മമ്മി മരിച്ച പിന്നെ ഡാഡി അധികം ആക്റ്റീവ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഡാഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നോക്കി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡാഡിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഒരു മമ്മിയാണ് ഞങ്ങളുടെ എല്ലാം മമ്മിയായിരുന്നു. ചേട്ടന്റെ ഏകദേശ സ്വഭാവം മമ്മിയുടെ അടുത്തുനിന്നാണോ? അല്ല, ഞാൻ ഈ സിനിമയൊക്കെ പോയിട്ട് ഓരോ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് മൂവി ചെയ്തപ്പോൾ കുറേ പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ സപ്പോർട്ട് മുഴുവൻ മമ്മിയായിരുന്നു. മമ്മി തന്നെയായിരുന്നു സപ്പോർട്ട്. പക്ഷേ സിനിമയിലേക്ക് പോകാനുള്ള കാരണം ഡാഡി തന്നെയാണ്. കാര്യം എനിക്ക് 84-ലായി തിയേറ്റർ എഴുപുന്ന വരുന്നത്. അപ്പോൾ ഞാൻ 8th പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ ഞാൻ അന്ന് ഞങ്ങൾ കൊച്ചിലെ സൈക്കിളിലൊക്കെ ഇരുത്തി കുത്തിയോട് ചന്ദ്രൂരൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അപ്പൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സിനിമയോട്. തിയേറ്ററിലൂടെ വന്നപ്പോൾ ഒന്നുകൂടെ ഒരു അങ്ങനെ നമ്മുടെ ശബ്ദം അല്ലെങ്കിൽ നമ്മളെ സ്വന്തം തീയിൽ കാണണം എന്നുള്ള വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കോളേജിൽ പഠിക്കുന്ന ടൈം പോലെ പിന്നെ അവസരം ചോദിച്ചിട്ടുള്ള ഒരു അലച്ചിൽ തന്നെയായിരുന്നു. ഇപ്പോഴും നിൽക്കാൻ പറ്റുന്നുണ്ട്, അതൊരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു ഒരു 35 വർഷം ആകാൻ പോകുന്നു, 300+ സിനിമ കഴിഞ്ഞു. അത്രയും സിനിമയിൽ അഭിനയിക്കുമെന്നൊന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചല്ല. ഇത്രയും സിനിമയിൽ അഭിനയിക്കണം, കുറച്ച് സിനിമകളിൽ എൻ്റെ സ്വന്തം തിയേറ്ററിൽ എനിക്ക് കാണണം എന്നൊക്കെയുള്ളത്. പക്ഷേ മക്കളെ 2 ഡോക്ടറാക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. മോളായി, ഇപ്പം മോനിപ്പോൾ MBBS സെക്കൻഡ് ഇയർ പഠിക്കുന്നു. മോള് കല്യാണം കഴിക്കുന്ന ആളൊരു ഡോക്ടറായിരിക്കണം. അപ്പം അങ്ങനെ കുറേ പ്രപ്പോസൽ വന്നു. അപ്പം അങ്ങനെ വന്നതാണ് ഇപ്പോൾ ഡോക്ടർ സ്റ്റെഫാൻ മോളെ കല്യാണം കഴിക്കാൻ പോകുന്നത്. അവരുടെ ഫാമിലി എല്ലാവരും ഡോക്ടർമാരാണ്. ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ പീഡിയാട്രിഷ്യനാണ്, അമ്മ ഡോക്ടർ എഗ്ന ഗൈനക്കോളജിസ്റ്റാണ്, പിന്നെ സിസ്റ്റർ ഡോക്ടറാണ്. അവർ കല്യാണം കഴിച്ചതിൻ്റെ ഡോക്ടറാണ്. അങ്ങനെ എല്ലാവരും ഡോക്ടറാണ്. രണ്ട് ഹോസ്പിറ്റലുണ്ട് ആലപ്പുഴയിലെ. സാൻജോ ഹോസ്പിറ്റൽ ഇൻഡിവിജ്വൽ ഹോസ്പിറ്റലാണ് അവർ. പിന്നെ ക്യൂർ. അപ്പോൾ എല്ലാവരും ഡോക്ടർ ഫാമിലിയാണ്. അപ്പൊ സത്യം പറഞ്ഞ ഒരു ആക്ടർ ഉള്ളതുണ്ട്, ഈ ഡോക്ടറിന് ആവശ്യമാണ് അതുണ്ട്. അതെ അല്ല, അത് ആവശ്യമാണ്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് ഇപ്പോൾ എൻ്റെ മമ്മി മരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ ടൈമിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഡോക്ടറിൻ്റെ ഭയങ്കര എന്ന് വെച്ചാൽ ഞാൻ മറ്റേതായിട്ട് പറയല്ല, ഫാമിലിയിൽ ഒരു ഡോക്ടർ ഉള്ളത്. അപ്പം അങ്ങനെ ആഗ്രഹിച്ചു. ഞാൻ എപ്പോഴും പറയും, ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തന്നെ എനിക്ക് ദൈവം തന്നു എന്നുള്ളത്. അപ്പൊ അതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ദൈവത്തിനോടുണ്ട്. ആരോ ഇന്റർവ്യൂല് പറഞ്ഞ കേട്ടോ, അതായത് ലാലേട്ടന് ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. കീർത്തികൾ ഫുള്ള് മേജർ രവി സാർ തന്നെയാണ്, പുള്ളി തന്നെയാണ് ഫൈറ്റ് അന്ന് ചെയ്തിട്ടുള്ളത്. പക്ഷെ ലാലേട്ടൻ ഞങ്ങൾ കുറേ മാന്ത്രികം ഒരുപാട്. ലാലേട്ടൻ ഡ്യൂപ്പ് ബാക്ക് ഷോട്ടിൽ ഒരു മാന്ത്രികത്തിന്റെ ഫൈറ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പോയി. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ ഒരു ഷോട്ട് ബാലൻസ് വന്നിട്ട് അന്ന് എനിക്ക് കുറേ മുടിയുണ്ട്, നല്ല മുടിയുണ്ട്. ലാലേട്ടിന്റെ ഡ്യൂപ്പ് ഞാൻ നിന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ കൂടെ കുറേ സിനിമ ദേവാസുരമൊക്കെ പോയിട്ട് 10 ദിവസം കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് അതിനകത്ത് ഞാൻ ഇല്ല എന്നുള്ളത്. പിന്നെ ആറാട്ടിൽ പോയിട്ട് ഞാൻ 90 ദിവസം
അതേ ഈ പറയുന്ന ദേവാസുരത്തിന്റെ ലൊക്കേഷൻ ലാലേട്ടൻ്റെ കൂടെ റാംബോ എന്നുള്ള ത്രൂട്ട് ക്യാരക്ടർ. ദേവസ്വരത്തില് ലാലേട്ടൻ്റെ 4 ഫ്രണ്ട്സ്, മണിയമ്പിള്ള രാജു, ശ്രീരാമേട്ടനൊക്കെ ചെയ്തതിന് പകരം ഞങ്ങൾ 4 പുതിയ ആൾക്കാരായിരുന്നു, പുതിയ പിള്ളേരായിരുന്നു. കൊല്ല അജിത്ത് അന്ന് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട്. പക്ഷെ എല്ലാ ദിവസവും ചെറുതുരുത്തി ഗസ്റ്റ് ഹൗസിലുണ്ട്. ഷൂട്ടായില്ലേന്ന് ചോദിക്കും, ഫുഡ് വരും, അവിടെ നിന്ന് കഴിക്കും. ലാലേട്ടനൊക്കെ താമസിക്കുന്നത് ഞങ്ങൾ താമസിച്ച അതേ തന്നെയാണ്. പക്ഷെ 10 ദിവസം കഴിഞ്ഞാൽ അറിയുന്നേ ഞങ്ങളല്ല അതിനകത്ത് ഇല്ല എന്നുള്ളത്. അതെ അതെ. പിന്നെ ആദ്യത്തെ തുടക്കകാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ഓ സ്ട്രഗിൾസ് ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോഴും ഇപ്പോഴും സിനിമ എന്ന് പറഞ്ഞ സ്ട്രഗിളല്ലേ. അതെങ്ങനെ അന്നും ഇന്നും അല്ലേ ഇങ്ങനെ. അതെ, നമ്മളൊരു ഹോം ടൂർ കണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സെഷനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടോളൂ, അതാ നല്ലത്. ഞാൻ നല്ല ഇടിയപ്പുണ്ട്, പൊട്ടുണ്ട്, മുട്ടക്കറിയുണ്ട്. അത് സ്വീറ്റ് ആണ്. അത് ഓക്കെ, നിങ്ങൾ എടുക്കുക. ഒരു കോമ്പിനേഷൻ കൂടെ ഉണ്ട്, ബനാന ഇതൂടെ അതിന്റെ കൂടെ കഴിക്കണം. അത് ഞാൻ ലാസ്റ്റ് കഴിക്കാം, ഒരു ഡെസേർട്ട് ആയിട്ട്. പുട്ടെടുക്കാം, പുട്ടിന്റെ ആളാ. അതാണ് ചേട്ടൻ ഇത്ര തള്ളുന്നത് അല്ലേ? ഞാൻ വിചാരിച്ച എനിക്ക് മാത്രമുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടിയത് എന്ന്. ഓക്കെ, ഇപ്പം ഈ ടേബിളിന്റെ സൈഡിൽ നോക്കി ഒരു ക്യൂട്ട് കപ്പിളിനെയാണ് കാണുന്നത്. എത്ര വർഷം? 27 വർഷത്തെ ആ ലവ് റിലേഷൻഷിപ്പ്. ചേട്ടൻ മറന്നു, അതല്ലേലും ഇങ്ങനെയാണ്, വർഷം മറന്നു പോകും. പക്ഷെ നമ്മുടെ പ്രണയം എന്താണെന്ന് പുതിയതാണെന്ന് അല്ലേ, പ്രണയം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, എൻഡ്ലെസ് പ്രണയം. ഞാൻ ചേച്ചിയോട് ചോദിക്കട്ടെ, ചേച്ചിയാണ് ആക്ച്വലി സംസാരിക്കാണ്ടിരിക്കുന്നത്. ശരിക്കും എങ്ങനെയാണ് ചേട്ടൻ വീട്ടില് നല്ല സ്നേഹമുള്ളതാണ്. സിനിമയിൽ മാത്രമേ ഉള്ളൂ വില്ലൻ. ചൂടാവുന്നോടത്ത് ചൂടും, ചൂടാവുന്നോടത്ത് ചൂടാ. ചേച്ചി പറയട്ടെ എന്ത് കാര്യത്തിനാ പെട്ടെന്ന് ചൂടാവണത് ചേട്ടൻ? എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ വേറെ പൊതുവേ, അതായത് ചിലപ്പോ രാവിലെ ന്യൂസ് പേപ്പർ കിട്ടാത്ത അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ഞാൻ വർത്താനം പറയുമ്പോ എന്തെങ്കിലും ചെറിയ അത് കുഞ്ഞു കുഞ്ഞു കാര്യം, ചെറിയ കാര്യങ്ങൾ. ഓക്കെ, അവൻ നേരത്തെ ഞാൻ ചോദിച്ച അതേ കാര്യമാണ്. പക്ഷെ എക്സ്പ്ലെയിൻ ഡീറ്റെയിൽഡ് കാര്യമാണ് ചോദിക്കുന്നത്. അതായത് പെണ്ണ് കാണാൻ ആ ഒരു സീനിലേക്ക് ഞാൻ കൊണ്ടുപോകണം എന്ന് എങ്ങനെ എപ്പോൾ നിങ്ങൾ കണ്ടുപിട്ടി ആ ഒരു കഥയെ പറ്റി? 28 വർഷം മുമ്പ്. അതെനിക്ക് കല്യാണം ഒന്നും കഴിക്കാനുള്ള പ്രായമായിട്ടില്ല, മെച്ചൂർഡ് ആയിട്ടില്ല. സിനിമ തന്നെ എപ്പോഴും പരിപാടികൾ. അന്നിപ്പോ എത്ര വയസ്സ്? കല്യാണം കഴിക്കുമ്പോൾ 24. എന്റെ പ്രായം ഒട്ടും മെച്ചൂരിറ്റി ഇല്ല. അല്ല അങ്ങനെയല്ല. ഞാനപ്പോ കൂടുതൽ നമ്മുടെ ബിസിനസ് ആണല്ലോ ഞങ്ങൾക്ക് പ്രധാനം. ചെമ്മീൻ കെട്ടും, തിയേറ്റർ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാണ്ട് സിനിമ തന്നെ ഫുൾ ടൈം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, മാറ്റമൊന്നുമില്ല, സിനിമ തന്നെയാണ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ കല്യാണം നേരത്തെ നടക്കണം എന്ന്, അങ്ങനെയെങ്കിലും സിനിമയിൽ നിന്ന് മാറി ബിസിനസ്സിലോട്ട് എത്തോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്ചൂർഡാവും. അങ്ങനെയാണ് പെട്ടെന്ന് കല്യാണം കുറെ ആലോചിക്കുന്നത്. ഒരു 6-7 പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഈശോ കൊണ്ടെത്തി തന്നതാണ്. ചേച്ചി പറ, ചേട്ടൻ റൊമാൻറ്റിക് ആണോ? ചേട്ടൻ റീസെന്റ് ആയിട്ട് അല്ലെങ്കിൽ ചേട്ടൻ വാങ്ങി തന്ന ഒരു ഫേവറേറ്റ് ഗിഫ്റ്റ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഗിഫ്റ്റ് 2 മക്കള് തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. റൊമാൻറ്റിക്കിന്റെ ഏറ്റവും ഇതെന്ന് പറയുന്നത് മക്കള് തന്നെയാണ്. അതിനേക്കാൾ അപ്പുറം ഒരു ഗിഫ്റ്റ് ശരിയാ. ഈ ഒരു ദാമ്പത്യ ജീവിതം ഇങ്ങനെ സന്തോഷപരമായിട്ട് കൊണ്ടുപോകാനുള്ള 3 സീക്രട്സ് പറയാൻ പറഞ്ഞാൽ? അനാവശ്യമായ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാൻ പാടില്ല. ഇമ്പോർട്ടൻറ്റ് വിശ്വാസം. നമ്മൾ താഴിൻ്റെ അടുത്ത് താഴ്ന്ന് കൊടുക്കുക. ഹസ്ബൻഡ് കയറിയ ആളാണ് അല്ലെങ്കിൽ വൈഫ് താഴ്ന്ന്, അങ്ങനെയല്ല, ഒരേപോലെ ഇത് ചെയ്തിട്ട് ആ ഒരു പരസ്പര ബഹുമാനം കൊടുത്ത് അങ്ങനെ പോയാൽ. ഇപ്പോൾ 28 വർഷം ഇല്ലേ ഞങ്ങളുടെ ഇടയിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമോ കൊച്ചു കൊച്ചു വഴക്ക് വരും, സങ്കടങ്ങൾ വരും, ഒക്കെ ഒരു 5 മിനിറ്റ് കൂടുതലൊന്നും കൊണ്ടുപോകാറില്ല. ചേട്ടൻ സിനിമയിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആക്ടർ ആവാനാണല്ലോ ആഗ്രഹം. ചേച്ചിയുടെ അടുത്ത് ഇതൊക്കെ പറയുമ്പോൾ ചേച്ചിയുടെ ഒരു മൈൻഡ് സെറ്റ് എന്തായിരുന്നു ആ ടൈമില്? കല്യാണം കഴിക്കുമ്പോൾ അറിയില്ലായിരുന്നു, എനിക്കറിയില്ല. അന്നും പക്ഷെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അല്ല, അവൾക്ക് ബിസിനസ്സിലോട്ട് തന്നെ പോകണം എന്ന് തന്നെയാണ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ആഗ്രഹം. ഇപ്പോഴും ബിസിനസ്സിലോട്ട് സ്ട്രോങ് ആയിട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് അവളുടെ ആഗ്രഹം. ബിസിനസ്സിനോടൊപ്പം തന്നെ ആക്ടിങ് കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇനി 1-2 ബിസിനസ് ഞങ്ങൾ മേരിത്താത്തീസ് എന്ന് പറഞ്ഞൊരു ഫുഡിന്റെ ഈ പ്രോൺ പിക്കിൾ, ഫിഷ് പിക്കിൾ, അവലൂസ് ഉണ്ട്, അങ്ങനെ അത് നന്നായിട്ട് വന്നതാ. അത് ഞങ്ങൾക്ക് ഒരു ഫുഡ് ഫാക്ടറി ആയിട്ട് വെക്കണമെന്നുണ്ടായിരുന്നു. ടൈം ഉണ്ടല്ലോ ഇനി.
ഇപ്പൊ ആക്ച്വലി ഇവിടത്തെ ഒരു തിരക്ക് എന്ന് പറയുന്നത് കല്യാണ തിരക്കാണ് മോളിലെ. അത് ഏതുവരെയായി? എന്നാണ് കല്യാണം കാര്യങ്ങൾ? ഓഗസ്റ്റ് 17-ാം തീയതി നമ്മുടെ അർത്തുങ്കൽ പള്ളിയിൽ വെച്ചിട്ടാണ്, സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ വെച്ചിട്ടാണ്. പിന്നെ ക്യാമലോട്ടിൽ വെച്ചിട്ടാണ് പാർട്ടി. ഓരോ ദിവസവും തിരക്കാ, ഓരോ സെക്കൻഡ്സും തിരക്കെന്ന് പറയാം. കല്യാണം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. മക്കള് വരണം. മോള് വരുന്നത് 15-നാണ് വരുന്നത്. മോനും പുറത്താണ് പഠിക്കുന്നത്, മെഡിസിന് പഠിക്കുന്നത്. മോന് വരണം. ഇപ്പൊ നമ്മള് എൻഗേജ്മെന്റിന് കണ്ടാണ് നമ്മുടെ മമ്മൂക്കയുടെ എൻട്രി, മമ്മൂക്കയുടെ ഒക്കെ. അപ്പൊ എങ്ങനെ അദ്ദേഹത്തെ വിളിച്ച് വരാന്ന് പറഞ്ഞു? എങ്ങനെയായിരുന്നു ആ ഒരു? മമ്മൂക്കനെ ഞാനും റീനയും കൂടെ വീട്ടിൽ പോയിട്ടാണ് വിളിക്കുന്നത്. മമ്മൂക്കനെ കാർഡ് കൊടുക്കും. ഫസ്റ്റ് കാർഡ് മമ്മൂക്കൊക്കെ കൊടുക്കുന്നത്. ഫസ്റ്റ് കാർഡ് മമ്മൂക്കോട് പറഞ്ഞിരുന്നു. മമ്മൂക്കായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ എഴുപന്നത്തിരകൻ 25 വർഷം മുമ്പുള്ള ഒരു ബന്ധമാണ്. ഇപ്പോഴും ആ ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഭയങ്കര എന്താ പറയുക, അത്രയും ഒരു ഇഷ്ടത്തിൽ തന്നെയാണ് എനിക്ക് മമ്മൂക്കയോട്. മമ്മൂക്കക്ക് തിരിച്ചും ഒരു ഭയങ്കര വാത്സല്യമായിട്ടാണ്. ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ. ഇഷ്ടം അത്രയും ഇതാവുന്നത്. മമ്മൂക്കക്ക് നല്ല ഫിഷും ഫുഡൊക്കെ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഞങ്ങൾ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊണ്ടുപോകും. ഒക്കെ പുള്ളിക്കാരൻ കഴിക്കും. ഒക്കെ ഭയങ്കര ഇഷ്ടം. ഫിഷൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കൊറോണ ടൈമിൽ ആരും പുറത്തിറങ്ങാത്ത ടൈമിൽ ഞാൻ ഒരു ദിവസം ഫിഷൊക്കെ കിട്ടിയായിരുന്നു വീട്ടിൽ. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനും ഇങ്ങനെ ഇറങ്ങി കിടക്കണം, നീ ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു. ഞാൻ ആരുടെ മുമ്പിൽ പോയി നിൽക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ മൂമെൻ്റ് ഉണ്ട് മമ്മൂക്ക. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മധുരാജ ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിൽ അണലി കടിച്ചു. മമ്മൂക്ക അറിഞ്ഞില്ല. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ICUലായിരുന്നു. അങ്ങനെ ഇറങ്ങി വന്നിട്ട് പുള്ളിക്കാരൻ മധുരാജയും കണ്ടു. അതിനുശേഷം മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ ദുബായ്, അബുദാബിക്ക് പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, നീ വരുന്നോ ദുബായ്, അബുദാബി എൻ്റെ കൂടെ? അങ്ങനെ ജോർജിനോട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് വാങ്ങി. അപ്പോൾ അങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് ഒരു 3 ദിവസം മമ്മൂക്കോടൊപ്പം ദുബായ്, അബുദാബി ഒക്കെ പോയി. അതേപോലെ എന്താ അത്രയും എന്നെ അങ്ങനെയാണ് കൊണ്ട് നടന്നത്. എനിക്ക് അപ്പോൾ ചില വലിയ മീറ്റിങ്ങിലൊക്കെ പുള്ളി ഒപ്പം വിളിച്ചിരുത്തുമ്പോഴൊക്കെ എനിക്ക് ദുബായിലൊക്കെ വെച്ചിട്ട് പിന്നെ അത്യാവശ്യം ഗംഭീര ഒരു അങ്ങനത്തെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ തന്നെ സ്റ്റേ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് തന്നെ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് ഞാൻ കുറച്ചൊരു സിനിമ എന്നുള്ളൊരു 10 വരെ മാത്രമേ ഇപ്രാവശ്യം വിളിച്ചുള്ളൂ എൻഗേജ്മെൻ്റ് അല്ല. അതിൽ മമ്മൂക്ക വരണം എന്നുള്ളതാണ്. കറക്റ്റ് റൈറ്റ് ടൈമിൽ മമ്മൂക്ക വന്നു എന്നുള്ളതാണ്. ആ ടൈമിൽ എനിക്ക് വരുമെന്ന് അറിയില്ലായിരുന്നു. എപ്പോഴെങ്കിലും വരുള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ലാലേട്ടനും അതുപോലെ തന്നെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് ടൈമിൽ വന്നു. അതൊരു ഷോക്കായിപ്പോയി പെട്ടെന്ന് കയറി വന്നപ്പോൾ. അതെ, നമ്മള് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ചേട്ടനൊക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതെ 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 ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നമ്മളിപ്പോ റീസെന്റ് നമ്മൾ കുറെ ഇന്റർവ്യൂസിലൊക്കെയാണ് മമ്മൂക്കയുടെ ഭയങ്കര ക്യൂട്ടായിട്ട് കാണും. മമ്മൂക്ക കുറെ ചെറിയ ചെറിയ ജസ്റ്റേഴ്സും ഒക്കെ ഭയങ്കര ക്യൂട്ട്. മുന്നേ ഭയങ്കര എന്താ പറയാ ഗംഭീരത്തോടൊക്കെ ഇരുന്ന് സംസാരിക്കും. പക്ഷെ ഇപ്പൊ റീസെന്റ് ഭയങ്കര ക്യൂട്ട്. പക്ഷെ എനിക്ക് ക്യൂട്ടായിട്ട് ഞാൻ അത്രയും ഒരു ആർട്ടിസ്റ്റ്, ഒരു മമ്മൂക്കയുടെ കൂടെ 3 പടം, അതായത് ഗാനഗന്ധർവൻ, മധുരരാജ, മാമാങ്കം, ഏകദേശം എല്ലാം മമ്മൂക്കയുടെ ഒപ്പം തന്നെയുള്ള ഒപ്പം മീൻസ് കൂടെ നടക്കുന്ന ക്യാരക്ടറാണ്. ഏകദേശം ഈ 3 പടം കൂടെ 100-140 ദിവസത്തോളം ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു ആർട്ടിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം അത്. അത്രയും ടൈം പുള്ളിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പം മമ്മൂക്കയെ കുറിച്ച് പറയാൻ എന്താ, എല്ലാം അറിഞ്ഞു കണ്ട് ഒരു കാരണവർ ഒരു വെള്ളിയേട്ടനെ പോലെ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. വെള്ളിയേട്ടൻ, ശരിയാണ് വെള്ളിയേട്ടൻ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ കറക്റ്റ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എനിക്ക് കുഴപ്പിക്കാണ്ടൊന്നും എനിക്ക് ഇങ്ങനെ വിടാൻ ഇഷ്ടമല്ല. ക്ലീഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മമ്മൂക്ക ഒരു ലാലേട്ടൻ? അല്ല, അത് 100% ഞാൻ മമ്മൂക്കാന്ന് തന്നെ പറയുള്ളൂ. ഇഷ്ടം എന്ന് പറയുന്നത് ലാലേട്ടനോട് എനിക്ക് ഇഷ്ടമുണ്ട്. ആസ് എ ലാലേട്ടനോടുള്ളൊരു ഇഷ്ടം, ഒരു ആക്ടർ എന്നുള്ള ഇഷ്ടം, മറ്റേ രണ്ടും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇഷ്ടമാണ് മമ്മൂക്കയുടെ ഉള്ളത്. അതെ. ചേച്ചിക്ക് ആരുടെ അടുത്താ ഇഷ്ടമാ? എനിക്കും മമ്മൂക്കയാണ് ഇഷ്ടം. കാര്യം അവള് മമ്മൂക്കാന്ന് തന്നെ പറയുള്ളൂ. കാര്യം ഇപ്പൊ വലിയ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചടങ്ങിന് വലിയൊരു റൈറ്റ് മൂവ്മെന്റിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്ന ഒരാളും കൂടെ എന്ന് വെച്ചാൽ ലാലേട്ടൻ വന്നില്ല എന്നല്ല. ലാലേട്ടനെ ഞാൻ എൻഗേജ്മെന്റിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തിരുന്നില്ല. ഞാൻ കല്യാണമായിട്ട് ലാലേട്ടനെ വിളിക്കാനായിട്ട് ഇരിക്കുകയാണ്. കല്യാണത്തിന് ഞാൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ലാലേട്ടനും ആയിട്ടും അത്രയും ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആസ് ആക്ടർ എന്നുള്ള നിലയിൽ നേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഫുഡ് ആക്ച്വലി ആരാണ് ഉണ്ടാക്കിയത്? ചേച്ചിയാണ് അല്ലേ? ചേട്ടനെ അടുക്കളയിൽ കയറാറുണ്ടോ? സോറി, അത്യാവശ്യം എനിക്ക് നല്ല ഫിഷ് ഐറ്റംസ്, പ്രോൺസിന്റെ, ചെമ്മീൻ, ക്രാബ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ഉണ്ടാക്കും. മറ്റേ ഈ മീറ്റ് ഐറ്റംസും ഫിഷ് ഐറ്റംസ് ഒക്കെയാണ് കൂടുതൽ ചേട്ടൻ ഉണ്ടാക്കാറ്. ഏറ്റവും ഫേവറേറ്റ് അടിപൊളിയായിട്ട് ചേട്ടൻ ഉണ്ടാക്കുന്ന ഡിഷ് ഏതാ? ചെമ്മീൻ. പ്രോൺസ് റീനിയെ ഭയങ്കര, എൻ്റെ അമ്മച്ചി, ഡാഡിയുടെ അമ്മച്ചി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അമ്മച്ചി ഉണ്ടാക്കും. പിന്നെ മമ്മി നന്നായിട്ട് ഉണ്ടാക്കുമായിരുന്നു.
അപ്പൊ ഇവൾക്കും ആ കൈപുണ്യം അവരുടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതെന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞു, അതാണ് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച എല്ലാം കിട്ടിയത് ഇതിൽ കൂടെ ചേർത്താണ് പറഞ്ഞത്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ച് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് ഒരു ഫേമസ് ഒരു സീൻ ഓർമ്മ വന്നത് ചേട്ടന്റെ. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിലെ ചിറ്റപ്പൻ ആ മറ്റേ ബീഫ് എന്തായാലും 1-2 ആ സാധനമല്ലേ ആ ഡയലോഗ് ചേട്ടാ, ആ ഒരു മെമ്മറി. അതെനിക്ക് ശ്യാമാണ് പുഷ്കർ. അപ്പൊ അങ്ങനെ ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ ക്യാരക്ടറാണ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്നുള്ള പേര് എൻ്റെ തൊട്ടടുത്ത സ്ഥലം കുമ്പളങ്ങി. ചില സിനിമകൾ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് അഭിനയിച്ച കുറച്ച് സിനിമകളൊക്കെ ഉള്ളു, അതിലൊന്ന് കുമ്പളങ്ങി നൈറ്റ്സ്. അങ്ങനെ ഞാൻ പോയപ്പോൾ ശ്യാം അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് നമ്മളൊരു തൂവൽ പക്ഷികളാണ്, അത്രയും മാത്രം. അതിൻ്റെ കണ്ടന്റാണ് മെയിനായിട്ട് എഴുതിയിരുന്നത്. അതെന്താ വെച്ചാൽ അത് ഈ ഫഹദ് മോളും കൂടെ എൻ്റെ പുള്ളി കല്യാണം കഴിച്ചിട്ട് കുട്ടിയുടെ ചിറ്റപ്പനാണല്ലോ. അപ്പോൾ വീട്ടിൽ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്തുള്ളൊരു സീനാണ്. അപ്പോൾ ഇത്ര എഴുതി വെച്ചുള്ളൂ നമ്മളൊരു തൂവൽ പക്ഷി. പക്ഷേ ശ്യാം ഇങ്ങനെ പറഞ്ഞു, ഇന്നതാണ് കണ്ടന്റ് ചേട്ടാ, അത് ചേട്ടനെ വീട്ടിൽ താമസിക്കും, ഭക്ഷണം ഭയങ്കര കുക്ക് ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളങ്ങനെ അപ്പോൾ ഡയലോഗ് ഇതാ, ഞാനിവിടെ ഇവളെ കല്യാണം കഴിച്ചിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ കയറി നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. അത് ഇവിടുത്തെ ആൾക്കാർക്കൊന്നും അത്ര വലിയ ഇഷ്ടമല്ല. മൗനവും ചിലപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയുണ്ട്. മോളുടെ ഇഷ്ടം എന്താണെന്നറിയോ, നമ്മളൊരേ തൂവൽ പക്ഷികളാണ്. പക്ഷെ ചേട്ടാ നമുക്ക് രണ്ട് തൂവലിന് വ്യത്യാസമുണ്ട്. കാരണം ചേട്ടൻ ജോലിയില്ല, എനിക്ക് അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. കണ്ടില്ലേ ഞാൻ മുട്ടയ്ക്കുന്നത് ഇവിടെ. ആ ഭാവം എനിക്കിവിടെ കിട്ടുന്നില്ല, പോയി എല്ലാം പോയി. കാരണം ഭാവമൊക്കെ അത് ചെയ്യാൻ പറ്റുന്നപ്പോ ഡയലോഗൊക്കെ മൊത്തം തെറ്റി തിരിച്ച് പറഞ്ഞു. അതാണ് ഞാൻ ആങ്കർ ചേട്ടൻ ആക്ടർ ആയിട്ടിരിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ. അപ്പൊ ചേട്ടൻ പറഞ്ഞില്ല, അതായത് നേരത്തെ ഒരു തൂവൽ ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സീനിലെ ഡയലോഗ്സ് ഒക്കെ അല്ല അതിനകത്ത് അതിന്റെ ഒരു കണ്ടന്റ് ഇതായിരുന്നു. കണ്ടന്റിന് ശേഷം ഈ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ ഒരു ബിഹേവിങ് സ്റ്റൈൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഫഹദിൻ്റെതായിട്ടുള്ള. പക്ഷെ അതിൻ്റെ ഒരു ശ്യാം പുഷ്കറും അതിൻ്റെ ഡയറക്ടറും പിന്നെ പോത്തൻ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടെ കമ്പോസ് ചെയ്ത ഒരു സീനാണ്. പക്ഷെ ആ സിനിമയിൽ എനിക്ക് എന്ന് വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് ഭയങ്കര നമ്മൾ ചില സമയത്ത് റോൾ ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറയുന്ന ഒച്ചയൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണെങ്കിലും ഒരു ചെറിയൊരു ഇത് വരും. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല. അപ്പോൾ റെഡിയല്ലേ ഡയറക്ടർ വയ്ക്കല്ലേ, പോത്തൻ ഒരുമിച്ച റെഡിയല്ലേ ചേട്ടൻ, റെഡിയല്ലേ നമുക്കെടുത്താലോ? അപ്പോൾ ശരിയെന്നാ പറഞ്ഞോ. ഇങ്ങനെയൊക്കെയാണ് അതിനകത്ത്. ഭയങ്കര ആക്ഷൻ ഒന്നുമില്ല എന്ന് ചേട്ടാ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് എല്ലാം അങ്ങനെ മിക്ക സീനുകളും അതിനകത്ത് അങ്ങനെയാണ്. നമുക്ക് ആർട്ടിസ്റ്റിന് ആ ക്യാരക്ടറിന് വിട്ടു തന്ന ഒരു സിനിമയാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അപ്പം നമ്മൾ എഴുതി വെച്ച് പഠിച്ച് പറയുന്ന ഡയലോഗ് അല്ലാണ്ട് അതിൻ്റെ കണ്ടന്റ് മനസ്സിലാക്കിക്കൊണ്ട് ബിഹേവ് ചെയ്ത ഒരു സാധനമാണ് അത് കുമ്പളങ്ങി. ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമയും സൂരജ് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. ഞങ്ങൾക്ക് മാക്സിമം ആർട്ടിസ്റ്റുകൾക്ക് അങ്ങ് വിട്ടു തന്നു. അപ്പോൾ പെർഫോം ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. ചില ഡയലോഗുകളൊക്കെ നമ്മുടെ നാക്കിനെ ഇങ്ങനെ വഴങ്ങത്തില്ല. അപ്പം അങ്ങനെ ചെയ്തതാണ് കുമ്പളങ്ങി നൈറ്റ്സ്. അത് ഒരു ടീം എൻ്റെ ടീമിൻ്റെ ഒരു വിജയം തന്നെയായിരുന്നു കുമ്പളങ്ങി നൈറ്റ്സ്. നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ മറ്റേ ബേബി മോളുടെ ചിറ്റപ്പനാണല്ലോ. ഇവിടെ ഷമ്മിയോട് ചോദിക്കാറുണ്ട്, ബേബി മോള് നേരെ വന്ന് ചിറ്റപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ ബോബിയെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നോ? അല്ല എന്താ വെച്ചാല് ഈ ബോബിമാര് ഒരുപാട് ലൈഫിൽ അങ്ങനത്തെ ബോബിമാരുണ്ട്. പക്ഷെ നമ്മൾ ബോബിമാരാണ് എന്നറിയുന്നത് പിന്നീടല്ലേ. അപ്പൊ ബോബി ഇന്നതാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ചിറ്റപ്പൻ മാത്രമല്ല ആരും കെട്ടിച്ചു കൊടുക്കില്ല. ഉറപ്പായിട്ടും കൊടുക്കില്ല. അങ്ങനെ ഒരു സൈക്കോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നത്? പൂജയ്ക്ക് വേണമെങ്കിൽ നമുക്ക് 2 സൈക്കോകൾ തമ്മിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റും. എനിക്ക് നല്ല പൊടിയിട്ട് ഞാൻ ഉണ്ടാകുന്ന ഒരു ഭാഗത്തൊന്ന് കഴിക്കും, വേറെ ഒന്നും എന്റെ പ്രശ്നമില്ല. കാരണം ഇപ്പൊ തന്നെ ഞാൻ കഴിക്കണില്ലേ. പക്ഷെ ഫുഡ് കിട്ടാണ്ടാകുമ്പോഴാണ് ഞാൻ സൂപ്പർ, എനിക്ക് ഒന്നും പറയില്ല. അതാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ഇടാം, അത് ഞാൻ ഇടും ഉറപ്പായിട്ടും. അപ്പോൾ ഈ ഫുഡ് ഇവിടെ തീർന്നിട്ടില്ലെങ്കിലും എന്റെ ഇന്റർവ്യൂ ഇവിടെ തീർക്കുകയാണ് ഞാൻ. ഇല്ലെങ്കിൽ ഇത് ഞാൻ കഴിച്ചു തീരൂല. ഓക്കെ, സോ ഹാപ്പി ചേട്ടനെ മീറ്റ് ചെയ്യാൻ പറ്റിയത്, അതുപോലെ തന്നെ വീട്ടിലേക്ക് നമ്മളെ സ്വീകരിച്ചതിലും എല്ലാവരും നമ്മളെ ചുറ്റിക്കറക്കി കാണിച്ചു തന്നതിലും അതുപോലെ ഇത്രയും നല്ല ഫുഡ് തന്നതിലും ചേച്ചിയോട് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ചേച്ചിയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു. ഞങ്ങള് ഈ ഒരു സമയത്ത് എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റിന് ഫുൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു. താങ്ക് യു കേട്ടോ. അതിനൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരു കൊച്ചു നടനാണ്, ഇത്രയും വലിയൊരു ആക്ടറെ ഒക്കെ അല്ല അതല്ല ഞാൻ പറഞ്ഞു. അപ്പൊ അത്രയും വന്ന് കവർ ചെയ്തൊക്കെ പോയി ഒരുപാട് സന്തോഷമുണ്ടായി. എല്ലായിടത്തും കാണിച്ചൊക്കെ കൊടുത്തപ്പോഴേ. അപ്പോൾ സന്തോഷമുണ്ട്. അതുപോലെ ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരെയും ഞാൻ കല്യാണം വിളിക്കുകയാണ്.
അതെന്തൊരു ഒരു മെല്ലെ പറയണത് പ്രാർത്ഥന ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാൻ ബാക്കി കഴിക്കട്ടെ കേട്ടോ. കുട്ടി പതിയെ കഴിച്ചോളൂ. കേരളത്തിലെ ഏറ്റവും വിജയശതമാനമുള്ള OET സ്ഥാപനം നീതോസ് അക്കാഡമി. ഇനി റിസൾട്ട് ഉള്ളിടത്ത് മാത്രം പഠിക്കാം. Taste the Daily.